ഭൂമിയിലെ ഏറ്റവും തണുത്ത സ്ഥലമാണ് ആന്റാർട്ടിക്ക. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഇവിടെ താപനില മനുഷ്യ ശരീരത്തിന് സങ്കല്പിക്കാനാകാത്തത്ര താഴേക്ക് പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇത്രയും തണുപ്പ്? വരൂ, ആന്റാർട്ടിക്കയിലേക്ക് ഒരു യാത്ര ചെയ്യാം. ആന്റാർട്ടിക്ക ഭൂമിയുടെ ഏറ്റവും തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ദക്ഷിണ ധ്രുവത്തെ ചുറ്റിയാണ് ആന്റാർട്ടിക്കയുടെ സ്ഥാനം. ആന്റാർട്ടിക്കയുടെ ആകെ വിസ്തീർണം ഏകദേശം 14.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, അതായത് 5.5 ദശലക്ഷം ചതുരശ്ര മൈലാണ്. ഭൂമിയിലെ 5ാമത്തെ വലിയ ഭൂഖണ്ഡമാണിത്. യൂറോപ്പിനേക്കാൾ ഏകദേശം 40% വലുതും അമേരിക്കയും മെക്സിക്കോയും കൂടിച്ചേരുന്ന അത്രയും വലിപ്പവും. ആന്റാർട്ടിക്കയിൽ തണുപ്പിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് അവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ സ്വഭാവം. ധ്രുവപ്രദേശങ്ങളിൽ സൂര്യകിരണങ്ങൾ ചരിഞ്ഞാണ് പതിക്കുന്നത്. അതിനാൽ ഒരേ അളവിലുള്ള ഊർജം കൂടുതൽ വലിയ പ്രദേശത്തായി പടരുന്നു. അതുമാത്രമല്ല, അന്റാർട്ടിക്കയിലെ വെള്ളമഞ്ഞ് സൂര്യപ്രകാശത്തിൻ്റെ വലിയൊരു ഭാഗം തിരിച്ചയക്കുകയും ചെയ്യുന്നു. ഇത്തരം പ്രതിഭാസങ്ങൾ അന്റാർട്ടിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതാണ് അന്റാർട്ടിക്ക തണുത്ത് ഉറഞ്ഞ പ്രദേശമായി മാറിയത്. അന്റാർട്ടിക്കയുടെ പ്രദേശം കടൽനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉയരം കൂടുന്തോറും വായു സാധാരണയായി കൂടുതൽ തണുപ്പാകും. വളരെ തണുത്ത വായു സാന്ദ്രത കൂടിയതിനാൽ കാറ്റ് താഴേക്ക് ഒഴുകാൻ തുടങ്ങും. ആന്റാർട്ടിക്കയിലെ ഈ പ്രത്യേക കാറ്റുകൾ തണുപ്പ് കൂടുതൽ ശക്തമാക്കുന്നു. ഇവയെ കാരബാറ്റിക് കാറ്റുകൾ എന്ന് വിളിക്കുന്നു. ചില പ്രദേശങ്ങളിൽ ഇവ അതിശക്തമായി വീശും. അന്റാർട്ടിക്കയെ ചുറ്റിപ്പറ്റിയുള്ള സൗത്ത് ഓഷ്യനും അതിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഈ സമുദ്രവും അന്തരീക്ഷവും ചേർന്ന് ധ്രുവപ്രദേശത്തെ വേറിട്ടൊരു കാലാവസ്ഥാ മേഖലയാക്കുന്നു. ശീതകാലത്ത് ചില സമയങ്ങളിൽ അന്റാർട്ടിക്കയിലെ ചില പ്രദേശങ്ങളിൽ ആഴ്ചകളോ മാസങ്ങളോ സൂര്യൻ ഉദിക്കാതെ പോകും. ഇതെല്ലാം ചേർന്നാണ് അന്റാർട്ടിക്കയെ ഭൂമിയിലെ ഏറ്റവും തണുത്ത ഭൂഖണ്ഡമാക്കുന്നത്. ചില ഉൾപ്രദേശങ്ങളിൽ താപനില അതിശയകരമായ താഴ്ന്ന നിലയിലെത്താം. അപ്പോൾ ആന്റാർട്ടിക്കയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ലേ? പറ്റും, പക്ഷേ സാധാരണ ജീവിതം പോലെയല്ല. പുറത്ത് മണിക്കൂറുകളോളം കഴിയുമ്പോൾ ശരീരത്തിന് ചൂട് നഷ്ടപ്പെടും. ശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും സാഹചര്യം കൂടുതൽ അപകടകരമാക്കും. ഭക്ഷണം, വെള്ളം, വൈദ്യുതി, ചൂട്, ചികിത്സ എല്ലാത്തിനും പ്രത്യേക സംവിധാനങ്ങൾ വേണം. അതുകൊണ്ടാണ് സാധാരണ നഗരങ്ങൾ പോലെ ഇവിടെ ജീവിക്കാൻ കഴിയാത്തത്. എന്നിരുന്നാലും ശാസ്ത്രജ്ഞർ വർഷം മുഴുവൻ ആന്റാർട്ടിക്കയിൽ ഗവേഷണം നടത്തുന്നു. പ്രത്യേകമായി നിർമ്മിച്ച് റിസർച്ച് സ്റ്റേഷൻസ് ആണ് അവരുടെ താവളം. അതിനാൽ ആന്റാർട്ടിക്ക മനുഷ്യർക്ക് പൂർണ്ണമായും നിരോധിച്ച സ്ഥലമല്ല. പക്ഷേ അതിൻ്റെ തീവ്രമായ തണുപ്പും കാറ്റും ഇരുട്ടും കാരണം സ്ഥിരമായ സാധാരണ മനുഷ്യവാസം ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. മഞ്ഞിൻ്റെ ഈ അനന്തമായ ലോകം മനുഷ്യൻ്റെ ശക്തിയേക്കാൾ പ്രകൃതിയുടെ ശക്തി എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ആന്റാർട്ടിക്ക, ഭൂമിയുടെ ഏറ്റവും തണുത്ത അത്ഭുതം.